മൂന്നാർ പെരിയവാര എസ്റ്റേറ്റിൽ വൻ തീപിടുത്തം. എസ്റ്റേറ്റ് ലയത്തിലെ 7 വീടുകൾ പൂർണ്ണമായും കത്തി നശിച്ചു. ആളപായമില്ല. പുലർച്ചെ 2 മണിയോടെയായിരുന്നു സംഭവം. ഷോർട്ട് സർക്യൂട്ടാണ് അപകടത്തിന് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. മൂന്നാറിലെ പെരിയവര എസ്റ്റേറ്റ് ചോലമല ഡിവിഷനിൽ എസ്റ്റേറ്റ് തൊഴിലാളികൾ താമസിക്കുന്ന 10 മുറി ലയത്തിലെ 7 മുറികളാണ് പൂർണ്ണമായും കത്തി നശിച്ചത്. പ്രദേശവാസികളായ പെരുമാൾ, കാമരാജ്, രാജു, പഴനി, മുനിയസ്വാമി എന്നിവരുടെ വീടുകളാണ് കത്തി നശിച്ച. കഴിഞ്ഞ ദിവസം പുലർച്ചെ 2 മണിയോടെയായിരുന്നു സംഭവം. വീടുകളിൽ ഉറങ്ങുകയായിരുന്ന തൊഴിലാളികളെ ബഹളമുണ്ടാക്കി ഉണർത്തി പുറത്തെത്തിച്ചതിനാൽ ആളപായമുണ്ടായില്ല. ഷോർട്ട് സർക്യൂട്ടാണ് അപകടത്തിന് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. അഗ്നിശമന സേന സ്ഥലത്തെത്തിയെങ്കിലും വീടുകൾ പൂർണ്ണമായും കത്തി നശിച്ചിരുന്നു. മൂന്നാർ അഗ്നിശമന കേന്ദ്രത്തിൽ നിന്നും 2 വാഹനങ്ങൾ എത്തിച്ചെങ്കിലും രണ്ടും പ്രവർത്തനരഹിതമായതോടെ 30 കിലോമീറ്റർ അകലെയുള്ള അടിമാലിയിൽ നിന്നുമാണ് അഗ്നിശമന സേനയുടെ വാഹനം എത്തിയത്. നാട്ടുകാർ കൃത്യസമയത്ത് ഇടപെട്ട രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകിയത് തുണയായി. നാട്ടുകാർ എത്തി ബഹളമുണ്ടാക്കി തീ പടർന്നുകൊണ്ടിരുന്ന വീടുകളിൽ നിന്നും ആളുകളെ പുറത്തെത്തിച്ചത് മൂലമാണ് വൻ ദുരന്തം ഒഴിവായത്. വീടുകളിലെ ചുമതലയുള്ള KDHP കമ്പനി അധികൃതർ സ്ഥലത്തെത്തി ആവശ്യമായ നടപടികൾ സ്വീകരിച്ചു. ആ ഫയർഫോഴ്സ് ആ സമയം ശരിയായി ഇരുന്നിരിക്കുകയാണെങ്കിൽ ഞങ്ങൾ 2 വീടോടെ കത്തിത്തീർന്നേനെ. പക്ഷേ അത് കഴിഞ്ഞുകൊണ്ട് 7 വീട് മൊത്തം കത്തിപ്പോയി. അപ്പോൾ ഫയർഫോഴ്സ് ഞങ്ങൾ വിളിക്കുമ്പോഴേ പറയുന്നു വലിയ വണ്ടി ഇങ്ങോട്ട് കയറും, നേരത്തെ ഇതിൽ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടും അവർ ചെറിയ വണ്ടി അങ്ങോട്ട് അയച്ചു വിട്ടെ. അത് ശരിക്കും ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെ. ഇതിനു മുമ്പ് മൂന്നാറിൽ കടലാറിൽ ഇങ്ങനെ തീ കത്തിയപ്പോൾ അവിടെ ചെന്ന വണ്ടിക്ക് വെള്ളമില്ല എന്ന് പറഞ്ഞ ഒരു പരാതിയാണ് വന്നിരിക്കുന്നത്. ശരിക്കും ഫയർഫോഴ്സിൻ്റെ തെറ്റുണ്ട്. പിന്നെ ഇവിടെ വന്നിട്ട് ഞങ്ങൾ ആ സമയം എല്ലാം രക്ഷിക്കാൻ നോക്കിയപ്പോൾ അവർ വന്ന അടുത്ത വലിയ വണ്ടി വരുന്ന മുമ്പ് 1 മണിക്കൂർ കഴിഞ്ഞു. അതിലെ മൊത്തം വീട് കത്തിപ്പോയത്. ஃபயர்ஃபோர்ஸு மூணாரினுடைய ஃபயர்ஃபோர்ஸ் இங்கு வந்தாலும் கூட ஃபயர் ரெஸ்கியூ டீமினுடைய அஜாக்கிரதை கொண்டு ஒரு வீடுகள் போக மீதி வீடுகளை காப்பாற்ற முடிகின்ற நிலைமைகள். ஃபஸ்ட்டு ஃபயர்ஃபோர்ஸ் வண்டி வருகின்ற போது இன்ஜின் ஸ்டார்ட் ஆகாமல் நிற்கவும், 2வது வண்டியில் வாகனத்தில் தண்ணீர் இல்லாமல் வந்த காரணத்தினால்தான் இது போன்ற ஒரு சம்பவம் நடந்திருக்கின்றது. எனவே ஃபயர்ஃபோர்ஸினுடைய இந்த நடவடிக்கையை வன்மையாக கண்டிப்பதோடு கூடி ஃபயர்ஃபோர்ஸ் மேல் ഒരു തകുന്ന നടപടിക്ക് എടുപ്പതற்கு ഉടനടിയാക അറസ്റ്റ് തയ്യാറാക വേണ്ടുമെന്ന്. പക്ഷേ ഫയർഫോഴ്സിൻ്റെ ഈ തികഞ്ഞ അനാസ്ഥയ്ക്കെതിരെ പൊതുജനങ്ങൾ അമർഷത്തിലാണ്. ഇത് നിത്യ സംഭവമാണ്. കഴിഞ്ഞ 2-3 ആഴ്ചയ്ക്ക് മുമ്പ് കടലാറിൽ ഇതുപോലെ തന്നെ ഒരു ലയം കത്തി നശിച്ചപ്പോൾ അന്ന് വന്ന വാഹനത്തിൽ വെള്ളമില്ല. അപ്പോൾ വെള്ളമില്ലാത്ത വാഹനം, യന്ത്രത്തകരാറുള്ള വാഹനം, ഇങ്ങനെ തോട്ടം തൊഴിലാളികൾ സ്ഥിരമായി അധിവസിക്കുന്ന പ്രദേശങ്ങളിൽ ഇങ്ങനെ തീ കത്തി പടരുമ്പോൾ അതിന് കെടുത്താൻ വേണ്ടി ശ്രമിക്കേണ്ട ഫയർഫോഴ്സിൻ്റെ ഈ അനാസ്ഥയ്ക്കെതിരെ ശക്തമായി പ്രതിരോധം തീർത്തുകൊണ്ട് സമരപരിപാടിയിലേക്ക് പോകും. இதற்கு நம்முடைய சர்க்காரினுடைய ஃபயர் ஃபோர்ஸு முதல் கட்டமாக முதல் வீடு எரியும் சமயத்தில் வரும்போது அந்த வாகனத்தில் மோட்ரு சரியாக இயங்காதால் தண்ணீர் அடிக்க முடியவில்லை. பெரிய வாகனங்கள் கொண்டு வர சொல்லும்போது பெரிய வாகனங்கள் வண்டி வராது என்று சொல்லி தட்டி கழித்து விட்டார்கள். அப்படி ஒரு வீடில் பற்றி இருந்த தீ 7 வீடுக்கும் பற்றி இருந்தும் மிக மோசமான நிலைமை உருவாகியிருக்கின்றது. சர்க்காருடைய கவனக்குறைவு கூடுதலாக இருக்கின்றது. நியூஸ் பீரோ, மூന്നാർ.